ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നെല്ലിക്ക അരിഷ്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാനിതിന് മുമ്പ് നെല്ലിക്കയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് നെല്ലിക്ക ലേഹ്യത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഉണ്ടാവുന്നതിനും ബ്ലഡ് ശുദ്ധീകരിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഈ നെല്ലിക്ക. അപ്പം ഞാൻ അധികം നെല്ലിക്കയുടെ കാര്യങ്ങൾ ഞാൻ അധികം പറയണില്ല. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നെല്ലിക്ക ലേഹ്യത്തിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അരിഷ്ടം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. നെല്ലിക്ക അരിഷ്ടം റെഡിയാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. പിന്നെ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നെല്ലിക്ക അരിഷ്ടം കിട്ടുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ നെല്ലിക്ക നന്നായി കഴുകി അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തോർത്തി എടുത്തിട്ടുണ്ട്. നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കാനായിട്ട് നല്ല മൂത്ത് വിളഞ്ഞിട്ടുള്ള നെല്ലിക്ക എടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മൂത്ത് വിളഞ്ഞ നെല്ലിക്ക അതേപോലെ കുറേശ്ശെ യെല്ലോയിഷ് കളറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് നല്ല വലിപ്പമുള്ള നെല്ലിക്കയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര വലിപ്പമില്ലെങ്കിലും നല്ല മൂത്ത് വിളഞ്ഞിട്ടുള്ള നെല്ലിക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മൾ നല്ല തുണിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ നനവും ഈർപ്പവും ഒക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നെല്ലിക്കയിലെ വെള്ളമൊക്കെ നല്ലോണം തുടച്ച് വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരിഷ്ടം ഉണ്ടാക്കാനുള്ള കുപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ കുപ്പി നന്നായിട്ട് കഴുകി ഇവിടെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തോർന്ന് ഉണക്കിയെടുക്കണം. ഇതിലെ വെള്ളം നനവ് ഒട്ടും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ അരിഷ്ടത്തിൽ ചേർക്കാനുള്ള കുറച്ച് സ്പൈസസും എടുത്തിട്ടുണ്ട്. അതും നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് നെല്ലിക്ക അരിഷ്ടം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഷ്ടം റെഡിയാക്കാനുള്ള കുപ്പിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ കയ്യിലോ ഒന്നും ഒരു വെള്ളം നനവോ ഒന്നും പാടില്ല. എന്നിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്കയിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. അപ്പം നമ്മുടെ ആ നെല്ലിക്കയിലുള്ള ജ്യൂസ് മുഴുവൻ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നെല്ലിക്കയിൽ ഇതുപോലെ കുത്തി കൊടുത്തിട്ട് നമുക്ക് ഒരു ലെയർ നെല്ലിക്ക ആദ്യം തന്നെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഒരു ലെയർ നെല്ലിക്ക ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ ശർക്കര എടുക്കുക. അപ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഈ അരിഷ്ടം കുടിക്കാനൊക്കെ നല്ല മധുരമൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് കൂടുതൽ കുടിക്കാൻ താല്പര്യം ഉണ്ടാവുക കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് കുറവ് മതി എന്നുണ്ടെങ്കിൽ 1/2 കിലോ ശർക്കരയൊക്കെ എടുത്താൽ മതിയാവും. ഞാനിവിടെ 3/4 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ലെയർ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ശർക്കര ഒരു ലെയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നെല്ലിക്ക ഒരു ലെയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് എത്ര നെല്ലിക്കയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഓരോ ലെയർ ശർക്കര, ഒരു ലെയർ നെല്ലിക്ക, ഒരു ലെയർ ശർക്കര, അങ്ങനെ ഇട്ടുകൊണ്ട് ഇത് ഫില്ലാക്കുക. അപ്പോൾ കുപ്പിയുടെ 3/4 ഭാഗം വരെ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിൻ്റെ 3/4 ഭാഗം വരെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കരുത്. അപ്പോൾ ഏത് അരിഷ്ടം ഉണ്ടാക്കുകയാണെങ്കിലും ചില്ലിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ ഭരണിയാണ് എടുക്കേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊന്നും എടുത്ത് അരിഷ്ടം ഉണ്ടാക്കാനായിട്ട് പാടില്ല. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു, ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിഷ്ടത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ബാക്കിയുള്ള ശർക്കരയും കൂടി ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് മൂടി നിൽക്കണ വിധത്തിൽ ശർക്കര ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ ശർക്കരയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് ഇത് മൂടി നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കിച്ചണിൻ്റെ കബോർഡിലോ അധികം വെളിച്ചം കിടക്കാത്ത ഒരു സ്ഥലത്ത് ഇത് സൂക്ഷിച്ച് വെക്കുക. ഒരു 1.5 മാസത്തിന് ശേഷം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ല വെള്ളമായി നെല്ലിക്കയിലെ നീരൊക്കെ വരും. പക്ഷെ ഞാനിത് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുകയുള്ളൂ. 45 ദിവസം കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം. ഞാൻ പക്ഷെ 4-5 മാസം കഴിഞ്ഞിട്ടാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് അരിഷ്ടം ഇരിക്കുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ കാണിക്കണത്. ഇപ്പം നമ്മൾ അരിഷ്ടം ഇട്ടിട്ട് 45 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഇത്. ഇങ്ങനെയാണ് നമുക്ക് അരിഷ്ടം കിട്ടുക 45 ദിവസം കഴിയുമ്പോൾ. ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് നെല്ലിക്കയും അരിഷ്ടവും മാറ്റിയെടുത്തിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഈ അരിഷ്ടം ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ എടുത്ത് കുടിക്കാവുന്നതാണ്. പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ കേടൊന്നും ആവില്ല. ഞാൻ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണില്ല. ഞാൻ പറഞ്ഞ പോലെ 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നെല്ലിക്കയൊക്കെ നല്ല കറുത്ത് അരിഷ്ടത്തിൻ്റെ കളറിൽ തന്നെ കിട്ടും. ഞാനിതുപോലെ മുമ്പ് ചെയ്തിട്ടുള്ള അരിഷ്ടത്തിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. 4-5 മാസം കഴിയുമ്പോൾ നമ്മുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് കറുത്ത് അരിഷ്ടമൊക്കെ നല്ല കറുത്ത കളറായിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വരും. അപ്പോൾ ഈ നെല്ലിക്ക കൂടി നമുക്ക് ആ സമയത്ത് കഴിക്കാൻ പറ്റും. അതിൻ്റെ ഒന്നും കളയേണ്ട ആവശ്യമില്ല. അരിഷ്ടമായാലും നെല്ലിക്കയായാലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് രാത്രി 1 ടീസ്പൂൺ വെച്ച് കുട്ടികളും വലിയവരും കഴിച്ചാൽ നല്ല വിശപ്പുണ്ടാവും കുട്ടികൾക്ക്. പിന്നെ ബ്ലഡ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പല ഗുണങ്ങളും ഉണ്ട് ഇതിന്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒട്ടും മായമില്ലാത്ത ഈ നെല്ലിക്ക അരിഷ്ടം തയ്യാറാക്കി നോക്കണം. ഇപ്പം നെല്ലിക്കയൊക്കെ വില കുറവിന് കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അരിഷ്ടം കിട്ടും. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അരിഷ്ടം റെഡിയായി വരാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.